ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് എ.കെ. പട്നായിക്കിന്. സിബിഐയും ഐബിയും ദില്ലി പോലീസും അന്വേഷണത്തെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി. യുവതിയുടെ പീഡന പരാതി കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറി. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാക്കാലുള്ള ഉത്തരവിലാണ് ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ സമയപരിധി കോടതിയിൽ നിന്നും ഉത്തരവിൽ പറയുന്നില്ല എന്നതും ശ്രദ്ധേയം. റിട്ടയർഡ് ജസ്റ്റിസ് എ.കെ. പട്നായിക്കിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ ദില്ലി പോലീസിനോടും ഒപ്പം ഐബിയോടും സിബിഐയോടും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് എ.കെ. പട്നായിക്കിനാണ് ഉള്ളത്. സിബിഐയും ഐബിയും ദില്ലി പോലീസും അന്വേഷണത്തെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഈ ഒരു വിഷയത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ, ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ. പ്രിയ, ഇന്ന് സുപ്രീം കോടതിയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്ന വിഷയത്തിൽ വിരമിച്ച ജഡ്ജി എ.കെ. പട്നായിക്കിന്റെ അധ്യക്ഷനായ ഒരു സമിതിയാണ് ഈ അന്വേഷണം നടത്തുക. ഈ അന്വേഷണത്തിന് വേണ്ടി ദില്ലി പോലീസ് കമ്മീഷണർ, ഐബി, സിബിഐ എന്നിവർ അന്വേഷണത്തിന് സഹായിക്കണം എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണ പരാതി അന്വേഷിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറിയിരിക്കുന്നു. രമണ പിന്മാറിയതിന് വ്യക്തമായ കാരണം പറയുന്നില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇന്നലെ പരാതിക്കാരി ഒരു കത്തയച്ചിരുന്നു, ജഡ്ജിമാർക്ക് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ പരാമർശിക്കുന്നത് ജസ്റ്റിസ് രമണ ചീഫ് ജസ്റ്റിസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇവർ തമ്മിൽ ഹൃദയബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അതിൽ തനിക്ക് ആശങ്കയുണ്ട് എന്നാരോപിച്ച് ഒരു കത്തയച്ചിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസ് രമണ പിന്മാറിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന 3-ാമത്തെ കാര്യം, ഏറ്റവും സീനിയർ ഈ ഒരു ബെഞ്ചിലുള്ള അഭിഭാഷക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ചീഫ് ജസ്റ്റിസ് ഭരണ ചുമതലകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടണം. അത് കോടതിയുടെ സുതാര്യതയ്ക്ക് അതാണ് ഏറ്റവും നല്ലത്. അതായത് രഞ്ജൻ ഗൊഗോയ് മാറി നിന്നുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടണം എന്നാണ് ഇപ്പോൾ ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടിരുന്നത്. എന്തു തന്നെയാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഏറ്റവും ഇതുവരെ നടന്നിട്ടില്ലാത്ത ചില വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ടെന്നും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും അനിൽ അംബാനിയുടെ കേസിൽ വിധി തിരുത്തിയ 2 മുൻ സുപ്രീം കോടതി ജീവനക്കാർക്കും ഈ ഒരു ആരോപണം, ഈ ഒരു ചീഫ് ജസ്റ്റിസിനെതിരായ പരാതി കെട്ടിച്ചമയ്ക്കുന്നതിൽ പങ്കുണ്ടെന്നുമെല്ലാം നേരത്തെ തന്നെ ആരോപണവും ഉയർന്നിരുന്നു. എന്തു തന്നെയാലും ഇതിലെല്ലാം തന്നെ ഒരു വിശദമായ പരിശോധനയും അന്വേഷണവും നടത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രിയ, ശരി. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് എ.കെ. പട്നായിക്കിനാണ്. ഒപ്പം തന്നെ ഈയൊരു ഇതിന്റെ അന്വേഷണത്തിന്റെ ആഭ്യന്തര സമിതിയിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കല്ലട ഗ്രൂപ്പ് ഉടമ സുരേഷ് കല്ലട ഇന്ന് ഹാജരായില്ല. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ ചികിത്സയിലാണെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചു. ഇന്നലെ മരട് സിഐക്ക് മുൻപിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇന്ന് എസിപിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര എസിപി നിർദ്ദേശിച്ചു.
യാത്രക്കാർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മരട് CI മുമ്പാകെ ഹാജരാകാൻ കല്ലട സുരേഷിനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുരേഷ് ഹാജരാകാത്തതിനെ തുടർന്നാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. രാവിലെയാണ് തനിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് കല്ലട ബസ് ഉടമ സുരേഷ് അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചത്. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ താൻ ചികിത്സയിലാണെന്നും ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് സുരേഷ് അറിയിച്ചത്. എന്നാൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഈ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ കർശന തീരുമാനങ്ങളുമായി ഗതാഗത വകുപ്പ്. ജൂൺ ആദ്യവാരം മുതൽ എല്ലാ ബസ്സുകളിലും GPS സംവിധാനം നടപ്പിലാക്കാനും യാത്രാനിരക്ക് നിശ്ചയിക്കാനും തീരുമാനിച്ചു. പോലീസും നികുതി വകുപ്പുമായി സഹകരിച്ച് പരിശോധനകൾ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനും ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് സർവീസുകൾക്ക് കടിഞ്ഞാണിടാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. പോലീസിന്റെയും നികുതി വകുപ്പിന്റെയും സഹകരണത്തോടെയാകും ഇനി പരിശോധനകൾ നടക്കുക. 270 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3,74,000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകളിൽ GPS സംവിധാനം ജൂൺ ആദ്യവാരം മുതൽ നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിനാൽ യാത്രാനിരക്ക് തീരുമാനിക്കാൻ രാമചന്ദ്രൻ കമ്മീഷനെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അമിതമായ ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് സ്റ്റേജ് കെയറേജസിന് മാത്രമാണ്. സ്റ്റേജ് കെയറേജസ്, ഓട്ടോറിക്ഷകൾ, ടാക്സി കാറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കെയറേജുകൾക്ക് നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇവർക്ക് നിരക്ക് നിശ്ചയിക്കാമോ, അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിശ്ചയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മുടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. 46 ബുക്കിംഗ് ഓഫീസുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചവർക്കെതിരെയാണ് നോട്ടീസ് നൽകിയത്. ലൈസൻസിന് പ്രത്യേക മാർഗനിർദ്ദേശം നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കി മുൻപോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രിയങ്ക ഗാന്ധിയെ തള്ളി വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കും. വാരണാസിയിൽ മത്സരിക്കാനുള്ള പ്രിയങ്കയുടെ സന്നദ്ധത തള്ളിക്കളഞ്ഞാണ് 2014 മോദിയോട് തോറ്റ അജയ് റായിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് അവസാനമായത്. വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കുമെന്ന് AICC പ്രഖ്യാപിച്ചു. വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയസാധ്യതകൾ വരെ പ്രവചിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി പറഞ്ഞാൽ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം SP-BSP സഖ്യം വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രിയങ്കയെ ഒഴിവാക്കുന്നതിന് കാരണമായെന്നാണ് സൂചനകൾ. കോൺഗ്രസ് നേതാവ് ശ്യാംലാൽ യാദവിന്റെ മരുമകൾ ശാലിനി യാദവാണ് SP-BSP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ശാലിനി യാദവ് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് SP-യിൽ ചേർന്നത്. അതേസമയം വാരണാസിയിൽ ദുർബല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായി കഴിഞ്ഞു. 2014 മോദിക്കെതിരെ അജയ് റായാണ് മത്സരിച്ചത്. അന്ന് കേവലം 75,000-ഓളം വോട്ടുകൾ നേടിയ അജയ് റായ്ക്ക് 3ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചതും. അരവിന്ദ് കെജ്രിവാളായിരുന്നു അന്ന് 2ാം സ്ഥാനത്തെത്തിയത്. ഈ മാസം 29-നാണ് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്ന് വാരണാസിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്രിക സമർപ്പിക്കും. കൈരളി ന്യൂസ്, ദില്ലി. വടകരയിലും കോഴിക്കോടും BJP കോൺഗ്രസിന് വോട്ട് മറച്ചു നൽകിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പോളിംഗ് ദിവസം പല ബൂത്തുകളിലും BJP സജീവമായില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും വോട്ട് കച്ചവടം മുൻകൂട്ടി കണ്ടാണ് CPIM പ്രവർത്തിച്ചതെന്നും മോഹനൻ മാസ്റ്റർ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സഖ്യം തകരാൻ കാരണം ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് കെജ്രിവാൾ. ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവിയാണ് പത്രികയിലെ മുഖ്യ അജണ്ട.
ദില്ലിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഇല്ലാതാക്കിയതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് ദില്ലി മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കോൺഗ്രസുമായി എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നെന്നും സംയുക്ത വാർത്താ സമ്മേളനം വരെ തീരുമാനിച്ചതാണെന്നും എന്നാൽ അവസാന നിമിഷം കോൺഗ്രസ് പിന്മാറുകയായിരുന്നുവെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. 7 സീറ്റ് വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ദില്ലിയിലെ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിക്കില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കവെയാണ് കെജ്രിവാൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. आज अगर कांग्रेस सीटें जीतने की स्थिति में होती, मैं 7 सीटें कांग्रेस के लिए छोड़ने के लिए तैयार हूं. मेरे लिए देश को बचाना जरूरी है. मेरे लिए सीटें, मैं 4 सीट लाऊं, 5 सीट लाऊं, 3 सीट लाऊं, 2 सीट लाऊं, क्या फर्क पड़ता है? आम आदमी पार्टी की 2 सीट 3 सीट से क्या फर्क पड़ता है? हम 7 सीटें छोड़ देंगे अगर कांग्रेस जीत सकती हो. कांग्रेस 1 सीट नहीं जीत सकती. രാജ്യത്തെ വിഭജിക്കുന്ന സങ്കല്പ പത്രികയല്ല ആം ആദ്മിയുടേതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന അധികാരം നേടിയെടുക്കുമെന്നാണ് പത്രിക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട. സ്ത്രീ സുരക്ഷയ്ക്കും സമഗ്ര പദ്ധതികൾ പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരത്ത് തകർന്ന വീടുകൾ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്തും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടുവരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. കടലിൽ പോയവർ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ ഭാഗത്ത് നാളെ ന്യൂനമർദ്ദം രൂപപ്പെടുവാനും അത് തീവ്ര ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റുമായി പരിണമിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്ത് നാശനഷ്ടത്തിനും കേരളത്തിലും കർണാടകത്തിലും ശക്തമായ മഴയ്ക്കും കാരണമായേക്കും. കടൽ പ്രക്ഷുബ്ധമായതിനാൽ നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്നലെ തിരുവനന്തപുരത്തെ തീരമേഖലകളിൽ ശക്തമായ വേലിയേറ്റമുണ്ടായി. വലിയതുറ ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നു. മകന്റെ കൂട്ടുകാരന്മാർ വന്നിട്ട് കറക്റ്റായിട്ട് 11:09 എൻ്റെ വീട്ടിൽ കതകിൽ വന്നിട്ട് തട്ടിയിട്ട് അങ്കിളെ ഇവിടെ കിടക്കരുത്, ഇറങ്ങി വെളിയിൽ പോകുകയെന്ന് പറയുന്നത്. ഞാൻ കതക് തുറക്കുന്നു, വീട് കറക്റ്റ് 11:10 ഈ കാണുന്ന വീട് നിലം പതിക്കുകയാണ്. വീടുകൾ തകർന്ന പ്രദേശങ്ങൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ മുൻകരുതലുകളും എടുത്തതായും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ഇപ്പോഴേ സാധാരണഗതിയിൽ ഈ ഇപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ഇപ്പോൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു 5 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇതനുസരിച്ച് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യമായി ഇനിയും വേണ്ടിവരുന്നത് അടിയന്തരമായ ഘട്ടത്തിൽ നടപടി സ്വീകരിക്കാനുള്ള ഏർപ്പാടുണ്ടാകും. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന മുറയ്ക്ക് അതിന്റെ സഞ്ചാരപഥവും ഓരോ ജില്ലകളിലെയും മഴയുടെ സാധ്യതയും അറിയാനാകും. നാളെ മുതൽ 4 ദിവസത്തേക്കാണ് ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളാണ് തിരുവനന്തപുരത്തെ തീരദേശവാസികൾക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും തീരദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത്. ക്യാമറ വുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ. കണ്ണൂരിലെ BJP വോട്ടുകൾ മുഴുവൻ BJPക്ക് തന്നെയാണ് ലഭിച്ചതെന്ന് NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ. കെ സുധാകരന് BJPക്കാർ വോട്ട് ചെയ്തു എന്ന ആരോപണത്തിൽ കഴമ്പില്ല. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ BJP പ്രവർത്തകർക്ക് ആവേശം കുറവായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും CK പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. വോട്ടിങ്ങിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ ചോദിക്കാം. വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പ്രതീക്ഷകൾ? വോട്ടുകൾ പെട്ടിയിലായി, വളരെ ഉന്നതമായ പ്രതീക്ഷയുണ്ട്. NDA വൻ മുന്നേറ്റം കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും നടത്തും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലും ആ മുന്നേറ്റം ഉണ്ടാവും. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP വോട്ടുകൾ സുധാകരന് പോയിട്ടുണ്ട്, UDFിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയാണ്? അതിൽ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേരത്തെ നടക്കുന്നൊരു പ്രചരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രചരണം വന്നതിൽ കവിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രത്യേക പ്രാധാന്യം അതിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, NDAക്ക് അനുകൂലമായിട്ട് തന്നെ NDAൻ്റെ നേതൃത്വം BJPക്കാണല്ലോ. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, വിശ്വാസ സംരക്ഷണം, ആചാര സംരക്ഷണത്തിന് വേണ്ടി വളരെ പ്രത്യക്ഷമായ സമരം നടത്തിയത് BJPയാണ്. അതിൽ 10 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ നിരാഹാര സമരം ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗവും പ്രത്യക്ഷമായ സമരങ്ങളും അത് BJPക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ശബരിമല കർമ്മസമിതിക്കും അവകാശപ്പെട്ടതാണ്. ഈ BJP പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു ആവേശം കുറവായിരുന്നു എന്ന് തോന്നിയിരുന്നു? ഇല്ല, തുടക്കത്തിൽ കുറച്ചൊരു നിശബ്ദത ഉണ്ടായിരുന്നു. പിന്നീട് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്.
പോളിംഗ് ദിവസം എല്ലാ സ്ഥലത്തും ബൂത്ത് ഏജന്റുമാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പോളിംഗ് ദിവസം ഏകദേശം 98-99% ബൂത്തിലും ഏജന്റുമാരുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ കാര്യങ്ങൾ അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി CK പത്മനാഭനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.